Hello everyone, welcome back to 16 Days English Challenge. So, കഴിഞ്ഞ ക്ലാസ്സിലുള്ള വർക്ക്ഷീറ്റിന്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സസൈസ് 1 fill in the blanks. I went yesterday. She ate rice. They played. We studied. He came. And exercise 2 is complete. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. And exercise 3 is make sentences. Write 3 sentences about yesterday. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എക്സസൈസ് 4 ഇസ് മാച്ച് ആൻഡ് എക്സസൈസ് 5 ഇസ് സ്പീക്കിംഗ്. അതൊക്കെ വളരെ ഈസിയാണ് അല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ പഠിച്ചല്ലോ. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേർബ്സ് ചേഞ്ച് ആകുന്നതാണ്. പാസ്റ്റ് ടെൻസിൽ വേർബ് ചേഞ്ച് ആവും. ഇത് ക്ലിയർ ആണെങ്കിൽ മിസ്റ്റേക്സ് കുറയും. ഓക്കെ, പ്രസന്റ് വേർബ് പാസ്റ്റ് വേർബായി മാറും. ചില വേർബ്സ് ഈസിയാണ്, ഇ ആഡ് ചെയ്യാം. പക്ഷെ ചിലത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ, ഇറഗുലർ വേർബ്സ് ആയിട്ടുള്ള ഗോ എന്നുള്ളത് ഇറ്റ് ഇസ് വെന്റ്, ഈറ്റ് എന്നുള്ളത് എയ്റ്റ് ആണ്, മീറ്റ് എന്നുള്ളത് മെറ്റ്, സീ എന്നുള്ളത് സോ, കം എന്നുള്ളത് കെയിം ആണ്. ഐ ഗോഡ് എന്നല്ല പറയുക, ഐ ഗോ എന്നുള്ളത് ഇ ഡി ആഡ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുക. ദാറ്റ് ഇസ് ഐ വെന്റ്. ഐ ഈറ്റഡ്, ഇ ഡി ആഡ് ചെയ്യുകയല്ല നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഐ എയ്റ്റ്. ഇത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക തന്നെ വേണം. പിന്നീടാണ് റെഗുലർ വേർബ്സ്. ഇത് വളരെ ഈസിയാണ്. വാച്ച് വാച്ച്ഡ്, പ്ലേ പ്ലേഡ്, കുക്ക് കുക്ക്ഡ്, സ്റ്റഡി സ്റ്റഡി. ഇവിടെ ഇ ഡി ആഡ് ചെയ്താൽ മതി. സോ ഇനി നമുക്ക് പാസ്റ്റ് വേർബ്സ് യൂസ് ചെയ്ത് സംസാരിച്ചാലോ. യെസ്റ്റർഡേ ഐ എയ്റ്റ് ഫുഡ്. യെസ്റ്റർഡേ ഐ മെറ്റ് മൈ ഫ്രണ്ട്. യെസ്റ്റർഡേ ഐ വാച്ച് ടി വി. യെസ്റ്റർഡേ ഐ പ്ലേഡ് ഫുട്ബോൾ. എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്? യെസ്റ്റർഡേ യൂസ് ചെയ്യുക ആൻഡ് പാസ്റ്റ് വേർബ് യൂസ് ചെയ്യുക ആൻഡ് ഒരു സിമ്പിൾ സെന്റൻസ് പറയുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഗോഡ്, ഈറ്റഡ് പോലുള്ള മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താൻ പാടില്ല. ശരിയായ പാസ്റ്റ് ഫോം യൂസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഇപ്പൊ 5 പാസ്റ്റ് വേർബ്സ് യൂസ് ചെയ്ത് കുറച്ച് സെന്റൻസ് പറഞ്ഞു നോക്കിയേ. യെസ്റ്റർഡേ ഐ വെന്റ് ടു സ്കൂൾ. ഐ എയ്റ്റ് ഫുഡ്. ഐ മെറ്റ് മൈ ഫ്രണ്ട്. I watched TV. I studied English. ഇന്ന് നിങ്ങൾക്ക് വേർബ്സ് ചേഞ്ച് ക്ലിയർ ആയി അല്ലേ? സോ ഇതിന്റെ വർക്ക്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തന്നെ പാസ്റ്റ് ടെൻസ് ഈസി ആവും. സോ താങ്ക് യു.